ഈ ഫുട്ബോൾ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അതായത് നമ്മുടെ കൊനാമി ഓരോ വേറെ കൺട്രിക്ക് വേറെ സ്പെഷ്യൽ റിവാർഡ്സൊക്കെ കിട്ടുന്ന അങ്ങനെയായിട്ടുള്ളൊരു പാർട്ട് 1 ആയ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നത് കൊനാമി കൊടുക്കുന്ന, അതായത് ഒരു സെപ്പറേറ്റ് റീജിയൻസിന് മാത്രം വേണ്ടി കൊടുക്കുന്ന കുറച്ച് റിവാർഡ്സ്, അതായത് കുറച്ച് കോയിൻ അതിൽ വരുന്നുണ്ട്, പ്ലെയേഴ്സ് അതിൽ വരുന്നുണ്ട്, അങ്ങനെ പലവിധ പാക്കുകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വേഗം തന്നെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, നമുക്ക് ആദ്യം ഈ ഫുട്ബോളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അതായത് ഫസ്റ്റ് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഇതുപോലെ നമുക്ക് ഏത് കൺട്രി വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ ഇടയ്ക്കിൽ എനിക്ക് 3 കൺട്രികളാണ് ഏറ്റവും മെയിനായിട്ട് കാണേണ്ടത്. അതിലെന്ന് പറയുന്നത് മെയിനായിട്ട് ഒന്നാമതെന്ന് പറയുന്നത് നമ്മുടെ ബ്രസീൽ റീജിയനാണ്. ബ്രസീൽ റീജിയൻ ആണ് ഞാൻ മെയിനായിട്ട് ഇതിലേക്ക് പറയുന്നത്. കാരണം അതിലൊരു വേറെ തന്നെ പാക്കാണുള്ളത്, അതായത് അഡ്വർടൈസ്മെൻറ്റ് റിവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ വിഷനറി പാസ്സായിട്ട് നമ്മുടെ റൂയി കോസ്റ്റയുടെ ക്ലാസിക് 10 എന്ന് പറയുന്ന പ്ലേയിങ് സ്റ്റൈലുള്ള ഒരു നല്ലൊരു ഡബിൾ ബൂസ്റ്റർ പ്ലെയറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എഡ്ജഡ് ക്രോസിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലോട് കൂടി ഡെനിസ് ഇർവിൻ എന്ന് പറയുന്ന ആളും, അതേപോലെ തന്നെ നമ്മുടെ ബാർസയിലെ കളിച്ചുകൊണ്ടിരുന്ന ലൂയിസ് ഗാർസിയയുടെ റൈറ്റ് വിങ് കളിക്കുന്ന ഒരു പ്ലെയറിനെയും പ്രൊലിഫിക് ബിങ്കർ എന്ന് പറയുന്ന പ്ലേ സ്റ്റൈലുള്ള ഒരു പ്ലെയറിനാവും നമുക്ക് ബ്രസീലിയൻ റീജിയനിൽ ഒരു പ്രത്യേകതയായിട്ട് ഇവർ കൊണ്ടുവരുന്നുണ്ടെന്നാണ് മറ്റൊരു സത്യം. ഇതിൽ മെയിനായിട്ടെന്ന് പറയുന്നത് ജപ്പാനിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഇതിൽ നമുക്ക് മാച്ചിൽ പോയാൽ കളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ജപ്പാനിലെ ഏതൊരു പ്ലെയറാണ് ഈ ഒരു കാർഡ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു പ്ലെയറിന് നമുക്ക് ഫ്രീ ആയി മാച്ചസ് കളിച്ചാൽ, അതായത് യോടൊപ്പം ഒരു മാച്ച്, അങ്ങനെ എന്തോ ഒരു മാച്ചൊക്കെ കളിച്ചാൽ ഇപ്പോൾ 40,000 പോയിൻ്റൊക്കെ എത്തിയാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു. പ്ലെയേഴ്സ് കഴിഞ്ഞതാ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ബ്രസീലിയൻ പാക്കിലേക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇനിയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യം, അതായത് നമുക്ക് ഇൻബോക്സിൽ കുറേ ഇതുണ്ടാകും. അതിൽ മെയിനായിട്ട് പറയുകയാണത് ആഡ് റിവാർഡ് എന്ന് പറയുന്നത്. ഈ ആഡ് റിവാർഡിലെന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോന്ന്, അതായത് ഏഷ്യക്കാണ് ഒരു ഇത് വരുന്നത്. അതേപോലെ തന്നെ ഓരോ ദിവസം ഒന്നൊന്ന് നമുക്ക് എടുക്കാം. 2 മാത്രമാണ് ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ. അതിൽ ചിലപ്പോൾ നമുക്ക് റൗളിൻ്റെ ഒരു ചാൻസ് 1 കിട്ടും, അല്ലെങ്കിൽ ഒരു 10 കോയിൻ കിട്ടും, അല്ലെങ്കിൽ ഒരു 50 കോയിൻ, അല്ലെങ്കിൽ ഒരു 1000 GP, അല്ലെങ്കിൽ ഒരു സ്കിൽ ടോക്കൺ, അങ്ങനെ കുറേ ഉണ്ട് ഇതിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഇങ്ങനെ തിരിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ ഏറ്റവും മെയിനായിട്ട് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു 50 കോയിനും പിന്നെ ഒരു ചാൻസ് ഡീലുമാണ് ഇതിൽ മെയിനായിട്ട് കാണിക്കാനുള്ളത്. ഇനി റിവാർഡ്സിലേക്ക് വന്നു. ഇനി ഇപ്പോൾ ഞാൻ പറയുന്നത് ഷോപ്പിൽ ഇപ്പോൾ ഇതിൽ എടുക്കാൻ പറ്റുന്നില്ല, എനേബിൾ ടു പർച്ചേസ്. കാരണം ഇത് ഞാനൊരു വേറൊരു അക്കൗണ്ടിലാണ്, ക്ലോൺ ആപ്പാണ്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഇത് മെയിനായിട്ടൊരു നിങ്ങൾ ആദ്യം തുടങ്ങുന്നത് ബ്രസീലിലാണെങ്കിൽ ഇതിൽ പോയാൽ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ഓരോ ദിവസവും 5 കോയിൻ വീതം നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് മറ്റൊരു സത്യം. അതായത് ഇനി നേരെ നമ്മൾ ബ്രസീൽ കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ ജപ്പാനിൽ പോകുമ്പോൾ അതിൽ വേറെ തന്നെയാണ് വ്യത്യാസം. അതായത് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് എടുത്തതിന് ശേഷം ഇതിൽ സെറ്റ്സ് എന്ന് കാണും. സെറ്റ്സിൽ പോയാൽ നമ്മളിങ്ങനെ പ്ലെയേഴ്സൊക്കെയാണ്. അതിൽ മെയിനായിട്ട് ഐറ്റംസിലേക്ക് പോയാൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് ആകെയുള്ളത് നമ്മുടെ, അതായത് ബ്രസീലിയൻ ഇതിലാണ്. ബ്രസീലിയൻ റീജിയനിൽ ഇപ്പോൾ ഈ ഒരു 3 സാധനം മാത്രമേ ഉള്ളത്. പക്ഷേ ജപ്പാനിൽ വരുമ്പോൾ തിരിച്ച് കാര്യം വ്യത്യാസമാണ്. അതായത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് കാണാം. ഒരു 0 പോയിൻറ്റ്സ് കൊടുത്താൽ 100 കോയിനും പിന്നെ ഒരു 50 കോയിനും. എന്താ അല്ലേ, ഇന്ത്യയിലാണെങ്കിലും എന്തില്ല, ആകെ ഈ ഒരു 3 കൺട്രിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അതായത് നല്ല രീതിയിൽ നമുക്കൊന്നുമില്ല, ഇന്ത്യക്കാർ ഒന്നുമില്ല. ബ്രസീൽ, പിന്നെ തുർക്കി ആൻഡ് ജപ്പാനിൽ ഈ 3 കൊടുക്കുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എനിക്ക് മുന്നാത്ത ഒരു ഇതിൽ സ്പിൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കാണിക്കണം. പെലെ, നമ്മുടെ സോളയും പിന്നെ നമ്മുടെ മുല്ലറും ഉണ്ടായിരുന്ന ഒരു പാക്കായിരുന്നു, നല്ലൊരു പാക്കായിരുന്നു. ആ പാക്കിലെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കും, ഒരു വീതം, അതായത് ഒരു സ്പിന്ന് വീതം നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഞാൻ ഇതിലാണ് ഞാൻ സ്പിന്നിട്ടു, ഇതിലേക്ക് കുയിറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ഇതിലെന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രീ സ്പിന്നിങ് നിൽക്കും, അതേപോലെ തന്നെ നമുക്ക് സാധാരണ കിട്ടുന്നുണ്ടല്ലോ, ഫ്രീ സ്പിന്നിങ്ങിന് കിട്ടുമല്ലോ, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് പെലെ ഒരു അക്കൗണ്ടിൽ കിട്ടിയിരുന്നു. അങ്ങനെ ഫ്രീ സ്പിന്ന് ബ്രസീലിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ വരുന്നുണ്ടെങ്കിലോ ഇതൊന്നും ഇല്ല എന്നതാണ് മറ്റൊരു സത്യം. പിന്നെ ഇതിലും മെയിനായിട്ട്, അതായത് വലുതായിട്ട് ഒരു സാധനവും കൂടിയുണ്ട്. അത് എൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ പോയി എല്ലാവരും പോയി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഇതിലും വലിയതാണ്. എങ്ങനെയൊക്കെ ഇതിൽ ചാൻസ് ഉണ്ടോ, അതായത് ജപ്പാനിൽ സർവർ റീജിയൻ ചെയ്താൽ അതിൽ എപ്പിക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഇതിൽ പാക്കാണെങ്കിൽ പാക്കിന് അതാണ്, പ്ലെയർ ആണെങ്കിൽ പ്ലെയേഴ്സിന്, കോയിനാണെങ്കിൽ കോയിന് എന്നൊക്കെയുള്ളത് നമ്മുടെ മെയിനായിട്ട് ജപ്പാനിലും ബ്രസീലിലാണ്. തുർക്കിയിൽ ഇല്ല എന്നല്ല പറയുന്നത്, എന്നെങ്കിലും ഈ ഒരു പാക്ക് കൊണ്ടെല്ലാം ഉണ്ട്. പക്ഷേ കോയിൻസ് ഒന്നും അങ്ങനെ ഇങ്ങനെ തരുന്നില്ല എന്നാണ്. അതായത് ഈ സെപ്പറേറ്റ് റീജിയൻ, അതായത് ബ്രസീലും ജപ്പാനിലും മാത്രമാണ് ഇങ്ങനെ കോയിൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. എൻ്റെ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, ബൈ.